and they tell me that I have Indian DNA. So, ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് ഇന്ത്യ നൽകിയത്. അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കുന്നു, എന്തുകൊണ്ട് ഇന്തോനേഷ്യ എന്ന ചോദ്യത്തിന് നമ്മൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാരണങ്ങൾ ഇന്ത്യ ഇന്തോനേഷ്യയുമായി അടുക്കുന്നതിന്റെ പുറകിലുണ്ട്. അതിൽ പ്രധാന കാരണങ്ങളിലൊന്ന് ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള കൾച്ചറൽ ആയിട്ടുള്ള ചില സിമിലാരിറ്റീസ് ആണ്. ഇന്തോനേഷ്യൻസിന്റെ ജനിതക ഘടനയും ഇന്ത്യൻസിന്റെ DNA ഒക്കെ തമ്മിലുള്ള സിമിലാരിറ്റിയെ കുറിച്ചൊക്കെ ഒരുപാട് വാർത്തകൾ പ്രേക്ഷകർ കണ്ടു കാണും. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് നമ്മുടെ ഇന്ത്യയുടെ നേതാക്കളുമായിട്ട് നടന്ന വിരുന്നിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വളരെ വളരെ വൈറലായിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, പ്രൈം മിനിസ്റ്റർ ഉണ്ട്, പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുണ്ട്. അതോടൊപ്പം തന്നെ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് അദ്ദേഹം സംസാരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ ഒരുപാട് അടുത്ത ബന്ധമുണ്ട്, ആഴത്തിലുള്ള സാംസ്കാരികപരമായിട്ടുള്ള ബന്ധമുണ്ട്. നമ്മുടെ ഇന്തോനേഷ്യയുടെയും ഇന്ത്യയുടെയും ഭാഷകൾ രൂപപ്പെട്ടിരിക്കുന്നത് സംസ്കൃതത്തിൽ നിന്നാണ്. ഇന്തോനേഷ്യയിലെ പേരുകൾ പോലും സംസ്കൃതവുമായി ബന്ധപ്പെട്ടവയാണ്. സംസ്കൃതത്തിൽ നിന്നുള്ള പേരുകളാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ ഭാഷയും ഒക്കെ എപ്പോഴും കടന്നു വരാറുണ്ട്. കാരണം അത്രയും ഡീപ്പായിട്ടുള്ള കണക്ഷനാണ് നമ്മുടെ സംസ്കാരങ്ങൾക്കിടയിലുള്ളത്. എന്തിനേറെ പറയുന്നു, കുറച്ചു നാൾ മുമ്പ് ഞാൻ DNA സീക്വൻസിങ് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ത്യൻ DNA വളരെയധികം എൻ്റെ DNA കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. എൻ്റെ DNA ഒരു ഇന്ത്യൻ DNA ഉണ്ട് എന്ന് അവരെന്നോട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ഇന്ത്യൻ മ്യൂസിക് ഒക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ ഡാൻസ് കളിച്ചു പോവുകയാണ്. ഒരു പക്ഷേ എൻ്റെ ഉള്ളിലെ ആ ഇന്ത്യൻ DNA തന്നെ ആയിരിക്കും എന്നെ കൊണ്ടത് ചെയ്യിക്കുന്നത്. അതായത് ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം തീവ്രമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഇന്ത്യയുടെ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും വൈസ് പ്രസിഡന്റും എല്ലാം ചിരിയോടുകൂടിയാണ് ഇതിനെ സ്വീകരിച്ചത്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ ഹിസ്റ്റോറിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിൽക്കുന്ന കൾച്ചർ ആണെങ്കിലും റിലീജിയൻ ആണെങ്കിലും, ഇപ്പൊ ഇന്തോനേഷ്യ ഏറ്റവും കൂടുതൽ ഇസ്ലാം മത വിശ്വാസികളുള്ള രാജ്യമാണ് എങ്കിലും ഇന്തോനേഷ്യയിലെ പല ദ്വീപുകളും പല പ്രദേശങ്ങളും ഇപ്പോഴും ഇന്ത്യൻ കൾച്ചറും ഹിന്ദുയിസവും ബുദ്ധിസവും ഒക്കെ വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും കാര്യം പറഞ്ഞ പോലെയാണ് ഇന്തോനേഷ്യയുടെ കാര്യം. അതായത് ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും ഏറ്റവും കൂടുതൽ ഈ റീജിയൻസും ഒരു കാലത്ത്, അതായത് ഒരു 1000 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 1200 വർഷം മുമ്പ് ഇന്ത്യൻ സിവിലൈസേഷൻസിന്റെ അല്ലെങ്കിൽ ഹിന്ദുയിസം ബുദ്ധിസം ജൈനിസം ഒക്കെ സ്പ്രെഡായി കിടന്നിരുന്ന പ്രദേശങ്ങളാണ്. പിൽക്കാലത്ത് ഇസ്ലാം മതം വന്നതോടെ ഒരുപാട് പേര് ഇസ്ലാം മതത്തിലേക്കും സ്വമേധയാലും നിർബന്ധിതമായും ഒക്കെ പരിവർത്തനത്തിന് വിധേയമായിട്ടുണ്ട് എങ്കിലും അവരുടെ എല്ലാം റൂട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ സിവിലൈസേഷന്റെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്തോനേഷ്യയുടെ കാര്യം. എന്നാൽ ഈ ഇന്തോനേഷ്യക്കാരെ പൂർണ്ണമായും ഇന്ത്യക്കാരെ പോലെയല്ല. അദ്ദേഹം പറഞ്ഞതുപോലെ അവരുടെ DNA ഘടനയിൽ ഇന്ത്യൻ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ DNA ഉണ്ടാകാം. പക്ഷെ പൂർണ്ണമായിട്ടും ഈ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലുള്ള ആൾക്കാരെ പോലെ അല്ല അവർ കുറച്ച് ഡിഫറെന്റ് ആണ്. എന്നിരുന്നാലും ആ ഒരു ഇന്ത്യൻ കണക്ഷനാണ് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത്. അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ശക്തമാകാൻ ഇനിയും സാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റിനെ ഇന്ത്യ അതിഥിയായിട്ട് ക്ഷണിച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹം നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെയാണ് എന്നതുകൊണ്ടാണ്, നമ്മുടെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്തോനേഷ്യ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയാണ്, വലിയൊരു രാജ്യമാണ്. അതോടൊപ്പം തന്നെ സാംസ്കാരികമായി പരിശോധിച്ചാൽ ഇന്ത്യയുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ഒരു രാജ്യമാണ്. സത്യത്തിൽ ഇന്ത്യ ഗവൺമെന്റ് കൂടുതൽ രാജ്യങ്ങളുമായിട്ട് കൾച്ചറൽ റിലേഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് വളരെ നല്ലതാണ്. ഇന്ത്യയുടെ സോഫ്റ്റ് പവർ കൂട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇന്ത്യൻ കൾച്ചർ എന്തൊക്കെ പറഞ്ഞാലും ഏഷ്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഒക്കെ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സമീപകാലത്തായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ബുദ്ധിസത്തിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം നമ്മൾ ഇതിന്റെ കൂടെ കാണേണ്ടതാണ്. അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുവാൻ, ലോകത്ത് നമ്മുടെ സ്വാധീനം ഏതെങ്കിലുമൊക്കെ മേഖലയിൽ വർദ്ധിപ്പിക്കുവാൻ പല രീതിയിൽ ആളുകൾ മതങ്ങളെ ഉപയോഗിക്കാം, സംസ്കാരത്തെ ഉപയോഗിക്കാം, ഭാഷയെ ഉപയോഗിക്കാം. നമ്മളെപ്പോഴും പറയും ഇംഗ്ലീഷ് ഭാഷയാണ് ശരിക്കും ബ്രിട്ടൻ അവരുടെ സ്വാധീനത്തെ നിലനിർത്താനായിട്ട് വളരെയധികം ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് അവരുടെ ഒരു കൾച്ചറുണ്ട്, യൂറോപ്യൻ കൾച്ചർ, എസ്പെഷ്യലി ഈ ബ്രിട്ടീഷ് കൾച്ചർ, അത് ലോകത്ത് സ്പ്രെഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. പതിയെ പതിയെ അവരുടെ വളർച്ചയ്ക്കായിട്ട് ക്രിസ്ത്യാനിറ്റി അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻ മതം ലോകത്ത് പ്രചരിപ്പിക്കുന്നതിലൂടെ അവരുടെ സ്വാധീനം അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് US അത് ചെയ്യുന്നുണ്ട്. അത് ഒരിക്കലും ഒരു തെറ്റല്ല. ഓരോ രാജ്യങ്ങളും അവരവരുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ, അവരവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അങ്ങനെ പല രീതിയിലും അവരുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും ഭാഷയും ഒക്കെ ഉപയോഗിക്കും. ഇപ്പോൾ സൗദി അറേബ്യ എങ്ങനെയാണ് ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങളെയൊക്കെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇസ്ലാമിക മതവുമായി ബന്ധപ്പെട്ട ചരിത്രം ഉറങ്ങുന്ന പ്രധാന മണ്ണെന്ന് പറയുന്നത് സൗദിയാണ്. അപ്പൊ സൗദിയെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. തുർക്കിക്കും പാകിസ്ഥാനും സൗദി അറേബ്യയോടുള്ള അസൂയ എന്താണ്? അവർക്ക് അങ്ങനെ ഒരു ചരിത്രം അവകാശപ്പെടാനില്ല. ഇറാന് പോലും സൗദിയോട് തോന്നുന്ന അസൂയയുടെ കാരണം
സൗദിക്ക് അവകാശപ്പെടാൻ കഴിയുന്നത് പോലെ ഒരു ചരിത്രം ഇവർക്കൊന്നും അവകാശപ്പെടാൻ കഴിയില്ല. കാരണം മതപരമായി നോക്കിയാൽ ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് സൗദി അറേബ്യയും അതിന്റെ സംസ്കാരവും തന്നെയാണ്. അതുപോലെ ഇന്ത്യക്ക് ബുദ്ധിസത്തെ വളരെയധികം ഉപയോഗപ്പെടുത്താൻ കഴിയും. പ്രത്യേകിച്ച് നോക്കൂ, ചൈനയിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മതം എന്ന് പറയുന്നത് ബുദ്ധിസമാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു കൾച്ചറാണ്. ഇന്ത്യയിൽ നിന്നാണ് ബുദ്ധിസം ചൈനയിലേക്ക് വ്യാപിച്ചിരിക്കുന്നത്. മ്യാൻമാർ ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ മലേഷ്യ, കംബോഡിയ, സിംഗപ്പൂർ, വിയറ്റ്നാം, അല്ലെങ്കിൽ ലാവോസ്, ഇങ്ങനെയുള്ള ഏത് രാജ്യങ്ങൾ എടുത്താലും ഇവിടെ എല്ലാം തന്നെ ബുദ്ധിസം പ്രചരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അതുപോലെ ഇപ്പോ നമ്മുടെ ഇന്തോനേഷ്യ, ബ്രൂണൈ രാജാവുമായിട്ട് അടുത്തിടെ മോദി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ ബ്രൂണയിൽ ഇന്ത്യൻ മതവും സംസ്കാരവും ഒക്കെ വ്യാപിച്ചിരുന്ന ഒരു കാലത്ത്. അപ്പോൾ ഇത് ലോകത്ത് പ്രത്യേകിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പലയിടങ്ങളിലും നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെ ഇന്ത്യൻ സ്വാധീനമുള്ള മേഖലകളുമായിട്ട് അല്ലെങ്കിൽ രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ബന്ധമുണ്ടാക്കുന്നത് ഇന്ത്യയുടെ തുടർന്നുള്ള വളർച്ചയ്ക്ക് നല്ലതാണ്. കൂടുതൽ രാജ്യങ്ങളുമായി സൗഹൃദം ഉണ്ടാക്കാൻ സഹായിക്കും. ഇപ്പൊ നമ്മള് അവിടെ ചെന്നിട്ട് ഇന്ത്യയുടെ സംസ്കാരം നിങ്ങളങ്ങ് വീണ്ടും സ്വീകരിക്കൂ, നിങ്ങൾ എല്ലാവരും പോയി ഇനി ഹിന്ദുക്കളാകൂ അല്ലെങ്കിൽ ബുദ്ധന്മാരാകൂ എന്ന് പറയാനല്ല നമ്മൾ പോകേണ്ടത്. മറിച്ച് പൊതുവായൊരു ചരിത്രം ഇന്ത്യക്കും ഇന്തോനേഷ്യക്കും അവകാശപ്പെടാനുണ്ട് എന്നുള്ളതാണ്. ആ ചരിത്രം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ഒന്ന് ശക്തമാക്കാൻ സഹായിക്കും. എന്ന് വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ DNA ഇന്ത്യൻ DNA ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്കാർ കൂടിയാണ് നമ്മൾ, ഇന്ത്യൻ വംശജർ എന്ന് വേണമെങ്കിൽ നമ്മളെ പറയാം, നമ്മളൊക്കെ ഒരേ DNA ഉള്ളവരാണ് എന്ന് പറയുന്ന ഒരു ബന്ധമുണ്ടല്ലോ, അത് പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ തമ്മിൽ ചരിത്രപരമായിട്ട് ഒരു ബന്ധമുണ്ട്. പൂർവികർ ഒരേ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഈ മതക്കാരാണ്, അല്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഈ വിശ്വാസം പിന്തുടരുന്നവരാണ്. പക്ഷെ പണ്ട് ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ ഒരേ ആശയങ്ങൾ അല്ലെങ്കിൽ ഒരേ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻ, അതൊരു മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാൻ അതിനെ സഹായിക്കും. ശത്രുത ഉണ്ടാക്കാൻ എളുപ്പമാണ്, സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ വളരെ പ്രയാസവുമാണ്. അപ്പൊ കൂടുതൽ രാജ്യങ്ങളുമായിട്ട് നമുക്ക് സൗഹൃദം ഉണ്ടാക്കാൻ നമ്മുടെ സംസ്കാരം, മതം, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ചൈനയുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒരു മേഖലയാണ് സംസ്കാരം. ഇന്ത്യൻ സംസ്കാരത്തിന്റെ വലിയ സ്വാധീനം ചൈനയിലുണ്ട്. മലേഷ്യ, സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിലും ഈ ഇന്ത്യൻ സംസ്കാരത്തിന്റെ സ്വാധീനം നമുക്ക് കാണാൻ പറ്റും, പ്രത്യേകിച്ച് ആസിയാൻ രാജ്യങ്ങളിൽ. ഇന്തോനേഷ്യയുമായിട്ട് ഇന്ത്യ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു പുതിയ ബന്ധം അത് വളരെ നല്ലതാണ്. പുതിയ ബന്ധം എന്ന് ഞാൻ പറഞ്ഞത് ആ ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന പുരോഗതിയുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ നേരത്തെയും സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷെ മോദി ഗവൺമെന്റ് പ്രത്യേക താല്പര്യം അവരോട് കാണിക്കുന്നുണ്ട്, ഇന്തോനേഷ്യക്ക് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനത് എടുത്തു പറയാൻ കാരണം അതൊരു മെജോറിറ്റി മുസ്ലിം രാജ്യമാണ് ഇപ്പോൾ. പക്ഷെ അപ്പോഴും നമുക്ക് സഹകരിക്കാൻ സാധിക്കും. ഇപ്പോൾ നരേന്ദ്രമോദി ഹിന്ദുത്വവാദി എന്ന് പേര് കേട്ടിട്ടുള്ള ഒരാളാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാം മത വിശ്വാസികളുള്ള 5 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക രാജ്യങ്ങളുമായും ക്രിസ്ത്യൻ രാജ്യങ്ങളുമായിട്ടൊക്കെ സഹകരിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇവിടെ എല്ലാ മതവിശ്വാസികളുമുണ്ട്. ലോകത്തിലെ ഏറ്റവും മഹത്തായ ജനാധിപത്യ രാജ്യമാണ് ഇന്ന് ഇന്ത്യ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. US-നേക്കാൾ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാൾ മഹത്തായ ഒരു ജനാധിപത്യ രാജ്യം ഇന്ന് ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ ഉള്ള ഒരു സ്വാതന്ത്ര്യം, ഇവിടെ നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ ലോകത്ത് വേറെ ഒരു രാജ്യത്തും കിട്ടുകയില്ല. ഈ അടുത്ത കാലത്ത് യൂറോപ്പിൽ നിന്ന് ട്രീറ്റ്മെന്റ് കിട്ടാതെ ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വന്ന സുജിത് ഭക്തന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഇന്ത്യയൊക്കെ സ്വർഗമാണെന്ന് തോന്നിപ്പോകുന്നത് അവിടെയാണ്. വലിയ ആഡംബരം നിറഞ്ഞ ജീവിതമോ അല്ലെങ്കിൽ വമ്പൻ കെട്ടിടങ്ങളോ മനോഹരമായ നഗരങ്ങളോ അല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത്. അവന്റെ ആവശ്യങ്ങൾ പെട്ടെന്ന് നിറവേറ്റപ്പെടണം. അവന് പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ ഒരു ഡോക്ടർ വേണം. പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ വിലക്കുറവിൽ വാങ്ങി കഴിക്കാൻ പറ്റണം. കയറി കിടക്കാൻ ഒരു വീട് വേണം, ഗവൺമെന്റിന്റെ സപ്പോർട്ട് വേണം. ഇതൊക്കെ ഇന്ത്യയിൽ ആവശ്യം പോലെ കിട്ടുന്നുണ്ട്. വലിയ നഗരങ്ങൾ ഉണ്ടാവില്ല, അത് കാണണമെന്നുള്ളവർക്ക് ചൈനയിൽ പോയി കാണാം, അമേരിക്കയിൽ പോയി കാണാം, ഒരാഴ്ച അവിടെ താമസിക്കാം. ഇന്ത്യയിൽ ഈ കാണുന്ന സൗകര്യങ്ങളിൽ പോലും സത്യത്തിൽ വളരെ ഭേദപ്പെട്ടതാണെന്ന് പലപ്പോഴും തോന്നുന്നത് ഇതൊക്കെ കൊണ്ടാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.